പഠിക്കാൻ പോകുന്നത് പോയിന്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിന്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിംഗ്, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമ്മൾ അതാണ് ഇനി കാണാൻ പോകുന്നത്. കുറച്ച് ടൈപ്സ് ഉണ്ട്, വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് സിക്കകത്ത് വരുന്നേക്കുന്ന ടൈപ്പ് ഓഫ് പോയിന്റേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. നൾ പോയിന്റർ, വോയിഡ് പോയിന്റർ, ഡാംഗ്ലിംഗ് പോയിന്റർ, വൈൽഡ് പോയിന്റർ. ഇത് നൾ പോയിന്റർ നമ്മൾ ഓൾറെഡി കണ്ടേക്കുന്നതാണ്, എന്നാലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എന്താണ് ഈ ഓരോ ടൈപ്പ് ഓഫ് പോയിന്റേഴ്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നൾ പോയിന്റർ എന്താണെന്നുള്ളതാണ്. നമ്മളിത് ഒരിക്കൽ കണ്ടതാണ് നൾ പോയിന്റർ എന്താണെന്നുള്ളത്. പോയിന്റേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പം നൾ പോയിന്റർ എന്ന് പറയുന്നത് എ പോയിന്റർ ദാറ്റ് ഡസ് നോട്ട് പോയിന്റ് ടു എനിത്തിങ് ഓർ പോയിന്റർ ദാറ്റ് പോയിന്റ്സ് ടു നത്തിങ്, ദാറ്റ് ഇസ് നോൺ ആസ് നൾ പോയിന്റർ. ഇപ്പോൾ ഒന്നിലേക്കും പോയിന്റ് ചെയ്യാത്തൊരു പോയിന്റർ, അതിനെയാണ് നമ്മൾ നൾ പോയിന്റർ എന്ന് പറയുക. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു, ആ പോയിന്ററിന് നമ്മൾ നൾ എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റർ നൾ പോയിന്ററായിട്ട് മാറി. അതിന് എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാർ PTR എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ട്, അതിലേക്ക് നൾ എന്ന് പറയുന്ന വാല്യൂ, ഇതൊരു കീവേഡാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ആരുടെ ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നൾ ഒരു കീവേഡാണ്, അത് ക്യാപ്സ് ലോക്കിൽ തന്നെ എഴുതണം. അപ്പോൾ നൾ എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റർ നൾ പോയിന്ററായിട്ട് മാറി. കാരണം ഈ പോയിന്റർ ഇപ്പോൾ ഒന്നിനെയും പോയിന്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അതിനെ നൾ പോയിന്റർ എന്ന് വിളിക്കാൻ കാരണം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു എക്സാമ്പിളിൽ നമ്മൾ %p എന്താണെന്ന് കണ്ടു, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് എഴുതിയിരിക്കുന്നത്. ഈ പോയിന്റർ ടൈപ്പ് ഡാറ്റേനൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെറ്ററാണ് %p എന്ന് പറയുന്നത്. നമ്മൾ %d-യും %c ഒക്കെ കണ്ടിട്ടുള്ളതാണ്. %d നമ്മൾ ഇൻഡിജേഴ്സിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതേപോലെ പോയിന്റർ ടൈപ്പ് ഡാറ്റേനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് %p. ഓക്കെ, അപ്പോൾ ഇവിടെ നൾ പോയിന്ററിനെ കുറിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്ററിന് നൾ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാല്യൂ കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല, നൾ എന്ന് പറയുന്ന വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നൾ പോയിന്റർ ആവുള്ളൂ. ഇത് പറയാൻ കാരണം നമുക്ക് ഒരു വൈൽഡ് പോയിന്റർ എന്ന് പറയുന്നത് പഠിക്കാനുണ്ട്. അത് പറയാൻ നമുക്ക് കുറച്ച് മനസ്സിലാവും എന്താണ് ഈ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നൾ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തേക്കുന്ന പോയിന്റേഴ്സ് ആണ് നൾ പോയിന്റേഴ്സ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് വോയിഡ് പോയിന്ററാണ്. നമ്മൾ ഫംഗ്ഷനൊക്കെ എഴുതുമ്പോൾ വോയിഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വോയിഡ് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ, ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റർ ഒരു വോയിഡ് പോയിന്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതാണ്, ആ പോയിന്റർ ഒരു ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് പ്രത്യേകിച്ച് ടൈപ്പില്ല. അത് നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻറ്റീജറിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, ഒരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ഇൻറ്റീജർ പോയിന്റർ വേണം. ഒരു ക്യാരക്ടർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ അതിന് ക്യാരക്ടർ പോയിന്റർ വേണം. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അതിന് ഫ്ലോട്ടിംഗ് പോയിന്റർ വേണം. അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിനും ഓരോ പോയിന്റർ ഉണ്ട്. ഡാറ്റ ടൈപ്പ് ഇല്ലാത്തൊരു പോയിന്റർ, അതാണ് വോയിഡ് പോയിന്റർ. ഓക്കെ, അപ്പോൾ ഈ വോയിഡ് പോയിന്ററിന് ടൈപ്പില്ല, ഡാറ്റ ടൈപ്പില്ല. അതുകൊണ്ട് തന്നെ ആ പോയിന്ററിന് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റേനും പോയിന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് വോയിഡ് പോയിന്റർ ന്യൂട്രലാണ്, അതിന് ഇന്ന ടൈപ്പ് എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പോയിന്റർ ഉപയോഗിച്ചിട്ട് ഏത് ടൈപ്പിലേക്കും നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു വോയിഡ് പോയിന്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ആ പോയിന്റർ ഏതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വോയിഡ് പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് നമ്മളൊരു ക്യാരക്ടർ വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാരക്ടർ പോയിന്ററായിട്ട് മാറും. നമ്മളൊരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻറ്റീജർ പോയിന്ററായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു വോയിഡ് പോയിന്ററിനെ നമുക്ക് ഏത് ടൈപ്പിലുള്ള പോയിന്ററിലായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വോയിഡ് പോയിന്റർ തന്നെയാണ് നമ്മൾ ജനറിക് പോയിന്റർ എന്ന് വിളിക്കുക. ഓക്കെ, വോയിഡ് പോയിന്ററിന് നമ്മൾ ജനറിക് പോയിന്റർ എന്ന് വിളിക്കും. പിന്നെ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറെഫറൻസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഡീറെഫറൻസ്? നമ്മൾ ഒരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് വെച്ചിട്ട്
സ്റ്റാർ പി ടി ആർ അല്ലെങ്കിൽ സ്റ്റാർ നമ്മൾ റീഡ് ചെയ്യുന്നത് വാല്യൂ പറ്റുന്നതാണ്. അപ്പോൾ വാല്യൂ ആയിട്ട് പി ടി ആർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടും. അതായത് പി ടി ആർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പോയിന്റർ വേരിയബിളിൻ്റെ അകത്ത് ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഉള്ളത് ആ അഡ്രസ്സിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷേ വോയിഡ് പോയിന്ററിന് ടൈപ്പ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് എവിടേക്കും പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർ ഇപ്പോൾ വോയിഡ് സ്റ്റാർ പി ടി ആർ എന്ന് പറയുമ്പോൾ അത് വോയിഡ് പോയിന്റർ ആയിട്ട് മാറി. ഞാൻ സ്റ്റാർ പി ടി ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ഡീറെഫറൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിഡ് പോയിന്ററിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് കാനോൺ ഡീറെഫറൻസ് എന്ന് പറയുന്നത്. നമുക്കിനി വോയിഡ് പോയിന്ററിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അത് വോയിഡ് പോയിന്ററിൻ്റെ എക്സാമ്പിളാണ്. സാധാരണ ഒരു മെയിൻ ഫംഗ്ഷൻ രണ്ട് വേരിയബിൾ, ഒരെണ്ണം ഇൻറ്റിജറും ഒരെണ്ണം ഫ്ലോട്ടിംഗ് പോയിന്റുമാണ്. ഇനി നമുക്ക് ഒരു വോയിഡ് പോയിന്ററിന് ഡിക്ലെയർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻറ്റിജറും പോയിന്ററിന് ഡിക്ലെയർ ചെയ്യാൻ ഇൻറ്റ് സ്റ്റാറിന് എഴുതണം. അതേപോലെ ഒരു വോയിഡ് പോയിന്ററിന് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വോയിഡ് സ്റ്റാർ പി ടി ആറിന് എഴുതണം. ഇപ്പോൾ ഇവിടെ വോയിഡ് ആണ് കീവേഡ്. സോ വോയിഡ് സ്റ്റാർ പി ടി ആറിന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ പി ടി ആർ എന്ന് പറയുന്നത് ഒരു വോയിഡ് പോയിന്ററായിട്ട് മാറി. ഓക്കെ, ഇനി നോക്കുക. ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഈ പി ടി ആറിന് ടൈപ്പ് ഇല്ല, വോയിഡ് ആണ്. അത് ഒരു ടൈപ്പ്, പ്രത്യേകിച്ച് ഒരു ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ശ്രദ്ധിക്കുക, പി ടി ആർ ഈക്വൽ ടു ആംപർസെൻറ്റ് എക്സ് എന്ന് എഴുതി. ഇപ്പോൾ ആംപർസെൻറ്റ് പി ടി ആർ പോയിന്റർ ആണെന്ന് അറിയാം, ടൈപ്പ് വോയിഡ് ആണെങ്കിലും പി ടി ആർ ഒരു പോയിന്റർ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് അഡ്രസ്സ് മാത്രമേ എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ. സോ ആംപർസെൻറ്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പി ടി ആറിലേക്ക് എടുത്തു വയ്ക്കുന്നത്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ ഒരു ഇൻറ്റിജർ പോയിന്ററായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഇനീഷ്യലി പി ടി ആർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ടായില്ല, പക്ഷേ ഈ ലൈൻ കഴിഞ്ഞപ്പോൾ പി ടി ആറിലേക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് എടുത്തു വെച്ചത്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ലൈൻ കഴിയുമ്പോൾ പി ടി ആർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ പോയിന്ററായിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ഈ കമൻറ്റ് എഴുതിയിരിക്കുന്നത്. സ്റ്റാർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് സ്റ്റാർ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പി ടി ആർ എന്ന് പറയുന്നത് ഒരു വോയിഡ് പോയിന്ററാണ്. ഈ ലൈൻ കഴിയുമ്പോൾ ഇൻറ്റിജർ പോയിന്ററായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ പക്ഷേ ഇൻറ്റിജർ പോയിന്ററായിട്ട് മാറുന്നു വെച്ച് കഴിഞ്ഞാൽ പി ടി ആറിൻ്റെ ടൈപ്പ് മാറില്ല, പക്ഷെ പി ടി ആർ പോയിന്റ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജറിനാണെന്ന് മാത്രം. നമ്മൾ പറയാം, ഇവിടെ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് തന്നെയാണ്. ഇവിടെ പി ടി ആർ ഈക്വൽ ടു ആംപർസെൻറ്റ് എക്സ് എന്ന് എഴുതി കഴിയുമ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതിൽ തെറ്റില്ല. ഓക്കെ, ഒരു വോയിഡ് പോയിന്ററിന് ഏത് ടൈപ്പിലുള്ള ഡാറ്റേനെ പോയിന്റ് ചെയ്യാൻ പറ്റും, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് ഈ പി ടി ആർ എന്ന് പറയുന്ന പോയിന്ററിന് ഏത് ടൈപ്പിലുള്ള വേരിയബിളിനെയും പോയിന്റ് ചെയ്യാം. ഇവിടെ എക്സ് ഒരു ഇൻറ്റിജറാണ്, പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ എറർ കാണിക്കില്ല. ഓക്കെ, അതേസമയം പി ടി ആറിൻ്റെ ടൈപ്പ് ഇവിടെ വോയിഡിന് പകരം ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക. സോ ക്യാറ്റ് സ്റ്റാർ പി ടി ആർ ആയിരുന്നുവെങ്കിൽ പി ടി ആർ ഈക്വൽ ടു ആംപർസെൻറ്റ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എറർ കാണിക്കും. കാരണം പി ടി ആറിൻ്റെ ടൈപ്പ് ക്യാരക്ടറും എക്സിൻ്റെ ടൈപ്പ് ഇൻറ്റിജറുമാണ്. അപ്പോൾ ടൈപ്പ് മിസ് മാച്ച് ഒന്ന് എറർ കാണിക്കും. പക്ഷേ ഇവിടെ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് ഈ ലൈൻ എഴുതി കഴിഞ്ഞാൽ എറർ കാണിക്കില്ല. അപ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പിൽ മാറ്റമൊന്നും വരുന്നില്ല, അത് വോയിഡ് തന്നെയാണ്. പക്ഷേ പി ടി ആർ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന ഇൻറ്റിജറിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡും എക്സിൻ്റെ ടൈപ്പ് ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റിജർ വാല്യൂവിനെയാണ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈപ്പ് മാറ്റണം. അതാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ടൈപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇനീഷ്യലി പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആണ്, കാരണം നമ്മൾ വോയിഡ് സ്റ്റാർ പി ടി ആറിനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് തന്നെയാണ്. നമ്മൾ അതിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഇൻറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ എന്ന് എഴുതി കഴിയുമ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് എന്നായിരുന്നത് ഇൻറ്റായിട്ട് മാറും. അതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡീറെഫറൻസ് ചെയ്യണം. അതായത് വാല്യൂ അറ്റ് പി ടി ആർ, അങ്ങനെയാണ് നമുക്ക് വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുക. സ്റ്റാർ വെച്ചാൽ നമുക്ക് വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പുറത്ത് വീണ്ടും ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ഇങ്ങനെ വരാൻ കാരണം. സ്റ്റാർ പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഇൻറ്റ് സ്റ്റാർ പി ടി ആറിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നു. പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയിരുന്നു, അതിന് ഇൻറ്റാക്കി മാറ്റി. അതാണ് ഇൻറ്റ് സ്റ്റാർ ബ്രാക്കറ്റിൽ പി ടി ആർ പുറത്ത്. അതാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് എന്തായിട്ട് മാറി? ഇൻറ്റായിട്ട് മാറി. ഇനി പി ടി ആർ എന്താണ്? ഒരു പോയിൻ്ററാണ്. ഒരു പോയിൻ്ററിൽ എന്താ ഉണ്ടാവുക? ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സിലുള്ള വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം?
നമ്മൾ ഡീറെഫറൻസിങ് ഓപ്പറേറ്ററായ ആസ്റ്ററിസ്ക് സിമ്പിൾ യൂസ് ചെയ്യണം, അതായത് സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യണം. സ്റ്റാറിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് എന്തായിട്ടാണ്? വാല്യൂ അറ്റ് എന്നാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ പി ടി ആർ എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൽ ഇരിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിലെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റാർ പി ടി ആറിന് എഴുതണമല്ലോ. പക്ഷേ അതിന് മുൻപ് പി ടി ആറിൻ്റെ ടൈപ്പ് ഞാൻ മാറ്റി, അത് ഇൻറ്റാക്കി മാറ്റി. അതാണ് ഇൻറ്റ് സ്റ്റാർ എക്സ്ട്രാ വരാൻ കാരണം. എന്നിട്ട് ഞാൻ ആ സ്റ്റാർ പുറത്തിട്ടു. അപ്പോൾ ഇത് ബേസിക്കലി സ്റ്റാർ പി ടി ആറിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് ആദ്യം ഞാൻ അതിനെ ഇൻറ്റാക്കി കൺവേർട്ട് ചെയ്തെന്ന് മാത്രം. കാരണം പി ടി ആർ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ അഡ്രസ്സാണ്, അവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഇൻറ്റാക്കി മാറ്റി. ഓക്കെ, അതാണ് ഇവിടെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള സാധനം വരാൻ കാരണം. അത് മനസ്സിലായിട്ടില്ല എങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു തരാൻ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ലൈൻ നോക്കുക. ഇപ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പിലേക്ക് വേണമെങ്കിൽ പോയിന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം എക്സിലേക്ക് പോയിന്റ് ചെയ്തു, ഇനി വീണ്ടും ഞാൻ എന്താ ഫ്ലോട്ടിലേക്ക് പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വൈ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് വേരിയബിൾ ആണ്. സോ ആംപർസെൻറ്റ് വൈ എന്ന് പറയുമ്പോൾ വൈ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പി ടി ആറിലേക്ക് കയറിയിരിക്കുക. സോ ഈ സമയത്ത് പി ടി ആറിൽ ഇരിക്കുന്ന അഡ്രസ്സ് വൈയുടെ ആണ്. അപ്പോൾ പി ടി ആർ പോയിന്റ് ചെയ്യുന്നത് ഫ്ലോട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പി ടി ആറിൻ്റെ ടൈപ്പ് വോയിഡിൽ നിന്ന് ഫ്ലോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റിയത്? ഇൻറ്റ് സ്റ്റാറിന് ബ്രാക്കറ്റിലിട്ടു. ഇപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ഫ്ലോട്ടിലേക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലോട്ട് സ്റ്റാറിന് ബ്രാക്കറ്റിലിടണം. അതാണ് ഇവിടെ ഫ്ലോട്ട് സ്റ്റാർ എന്ന് എഴുതാൻ കാരണം. അപ്പം ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് എന്തായിട്ട് മാറി? ഫ്ലോട്ടായിട്ട് മാറി. അത് ഫ്ലോട്ടാക്കി മാറ്റാൻ കാരണം എന്താ? പി ടി ആറിൽ ഇപ്പോൾ ഇരിക്കുന്ന അഡ്രസ്സ് വൈ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൻ്റെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലോട്ട് സ്റ്റാറിന് എഴുതാൻ കാരണം. അപ്പോൾ ഇത് എഴുതി കഴിയുമ്പോൾ പി ടി ആറിൻ്റെ ടൈപ്പ് ഫ്ലോട്ടായിട്ട് മാറി. ഇനി പി ടി ആറിൽ ഇരിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിലെ വാല്യൂ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? അതിനാണ് ഡീറെഫറൻസിങ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാർ എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ വാല്യൂ അറ്റെന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പുറത്തൊരു സ്റ്റാർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ വാല്യൂ അറ്റ് അഡ്രസ് ഇൻസൈഡ് പി ടി ആർ. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും? ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും, കാരണം എക്സിൻ്റെ അകത്ത് 4 ആണ്. ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 5.5 ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ പി ടി ആറിൻ്റെ അകത്ത് വാല്യൂ എന്ന് പറയുമ്പോൾ പി ടി ആർ പോയിന്റ് ചെയ്യുന്നത് വൈയിലേക്കാണ്. വൈൻ്റെ അകത്ത് 5.5 ആണ്. സോ ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 5.5 കിട്ടും. ഇവിടെ വോയിഡ് പോയിന്ററിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പോൾ വോയിഡ് പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് വോയിഡ് ആയിട്ടുള്ള പോയിന്റേഴ്സ്, അതല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഇല്ലാത്ത പോയിന്റർ, അതിനെയാണ് നമ്മൾ വോയിഡ് പോയിന്റർ എന്ന് വിളിക്കുക. അതിനെ ജനറിക് പോയിന്റർ എന്നും വിളിക്കും. അപ്പോൾ ടൈപ്പ് വോയിഡ് ആയതുകൊണ്ട് ആ പോയിന്റർ നമുക്ക് ഏത് ടൈപ്പിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിനെ ആ വോയിഡ് പോയിന്റർ ഉപയോഗിച്ച് ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെ ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യണം. ഏത് ടൈപ്പിലുള്ള ഡാറ്റയാണോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ടൈപ്പിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്യണം. ആ കാസ്റ്റിംഗ് കൂടി ഈ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. നെക്സ്റ്റ് പോയിന്ററാണ് ഡാംഗ്ലിംഗ് പോയിന്റർ എന്ന് പറയും. ഡാംഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് സിക്കകത്ത്. നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഈ പോയിന്റർ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുള്ളൂ. തൽക്കാലത്തേക്ക് ഇതിന് എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എക്സാമ്പിൾ മെമ്മറി അലോക്കേഷൻ പറയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക, നമുക്ക് ഒരു പോയിന്റർ ഉണ്ട്. ആ പോയിന്റർ ഒരു ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ലൊക്കേഷൻ നിലവിലില്ല, ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വിചാരിക്കുക. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. അതായത് പോയിന്റർ പോയിന്റിങ് ടു എ നോൺ എക്സിസ്റ്റിംഗ് മെമ്മറി ലൊക്കേഷൻ. അതാണ് ഈ പറയുന്ന ഡാംഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇൻറ്റ് എന്ന് എഴുതി, ഞാൻ ഇൻറ്റ് സ്റ്റാർ പി ടി ആറിന് എഴുതി, എന്നിട്ട് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു ആംപർസെൻറ്റ്, അല്ലെങ്കിൽ പി ടി ആർ ഇസ് ഈക്വൽ ടു ആംപർസെൻറ്റ് എന്ന് എഴുതി. അപ്പോൾ പി ടി ആർ പോയിന്റർ വേരിയബിളാണ്. ആ വേരിയബിളിലേക്ക് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് വെച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എ എന്ന് പറയുന്ന ആ ലൊക്കേഷൻ, ഇൻ്റെ എന്ന് പറയുമ്പോൾ മെമ്മറിക്കകത്ത് ഒരു ലൊക്കേഷൻ ബുക്ക് ആവുന്നുണ്ട്, അതിന് പേര് എന്ന് കൊടുത്തു. അപ്പോൾ ആ ലൊക്കേഷൻ എ എന്ന് പറയുന്ന ലൊക്കേഷൻ ഞാൻ പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്തു. കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് നിന്ന് ആ ലൊക്കേഷൻ പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എ എന്ന് പറയുന്ന ലൊക്കേഷൻ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇല്ല, മെമ്മറിക്കകത്ത് ഇല്ല. പക്ഷെ അപ്പോഴും പി ടി ആർ എന്ന് പറയുന്ന പോയിന്ററിൻ്റെ അകത്ത് എയുടെ അഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഈ ഡാംഗ്ലിംഗ് പോയിന്റർ എന്ന് പറയുന്നത്. പക്ഷേ കാരണം ആ പോയിന്റർ ഇപ്പോൾ അവിടെ ഇല്ല, ആക്ച്വലി ആ ലൊക്കേഷൻ അവിടെ ഇല്ല. പക്ഷെ എങ്കിലും ഇല്ലാത്തൊരു ലൊക്കേഷനിലേക്ക് ഒരു പോയിന്റർ പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പോയിന്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡാംഗ്ലിംഗ് പോയിന്റേഴ്സ്. ഇനി അടുത്ത് വൈൽഡ് പോയിന്റർ. ഞാൻ ആദ്യം പറഞ്ഞ നൾ പോയിന്റർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു
ഇതാണ് ഡിഫറൻസ് വരുന്നത്. അതായത് വാല്യൂ ഒന്നും ഇല്ലാത്ത പോയിന്റർ, അതായത് നൾ എന്ന് പറയുന്ന വാല്യൂ പോലും ഇല്ലാത്ത പോയിന്റർ, അതാണ് വൈൽഡ് പോയിന്റർ. അതിനെ വൈൽഡ് എന്ന് വിളിക്കാൻ കാരണം നമ്മളൊരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തു, പക്ഷെ നമ്മൾ നൾ എന്ന് പറയുന്ന വാല്യൂ പോലും കൊടുത്തില്ല എന്നാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് അനാവശ്യമായിട്ടുള്ള വാല്യൂസ് കയറിയിരിക്കും. ഓക്കെ, അതാണ് സംഭവം. അതാണ് വൈൽഡ് പോയിന്റർ. അതിൻ്റെ വൈൽഡ് എന്ന് വിളിക്കാൻ കാരണം മനസ്സിലായെന്ന് വരുന്നു. അതായത് അനാവശ്യമായിട്ടുള്ള വാല്യൂ അത് കയറിയിരിക്കും, നമ്മൾ വിചാരിക്കാത്ത വാല്യൂ കയറിയിരിക്കും. അതുകൊണ്ടാണ് അതിനെ വൈൽഡ് എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ കാണുന്നത് ഇവിടെ സ്റ്റാർ പി എന്ന് എഴുതി. ഇവിടെ സ്റ്റാർ പി എന്ന് എഴുതുമ്പോൾ പി ഒരു പോയിന്റർ വേരിയബിളായിട്ട് മാറി. പക്ഷേ ഇതിൻ്റെ അകത്ത് നിലവിൽ ഈ ലൈൻ കഴിയുമ്പോൾ അതിനകത്ത് നൾ എന്ന് പറയുന്ന വാല്യൂ പോലും ഇല്ല, ഒരു വാല്യൂ ഇല്ല, നമ്മളായിട്ട് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് വൈൽഡ് പോയിന്റർ ആവും. പക്ഷേ ഇവിടെ വെച്ചിട്ട് പിക്ക് ഡാംപെർസെൻറ്റ് എക്സ് എന്ന് കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് എന്ത് സംഭവിക്കും? എക്സിൻ്റെ അഡ്രസ്സ് കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ആ പോയിന്റർ വൈൽഡ് പോയിന്റർ എന്നുള്ള മാറി, അത് ഇൻറ്റീജർ പോയിന്ററായിട്ട് മാറി, അതൊരു ആക്ച്വൽ കണ്ടന്റ് ഉള്ളൊരു പോയിന്ററായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതാണ് വൈൽഡ് പോയിന്ററും നൾ പോയിന്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു പോയിന്റർ നൾ പോയിന്റർ ആവണമെങ്കിൽ ആ പോയിന്ററിലേക്ക് നൾ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതേസമയം നമ്മൾ നൾ എന്ന വാല്യൂ പോലും കൊടുക്കുന്നില്ല, ജസ്റ്റ് പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനത്തെ പോയിന്റേഴ്സിനെയാണ് നമ്മൾ വൈൽഡ് പോയിന്റർ എന്ന് വിളിക്കുക. ഓക്കെ, വേറൊരു പോയിന്റർ കൂടി ഉണ്ട്, അത് കോംപ്ലക്സ് പോയിന്റേഴ്സ് എന്ന് വിളിക്കും. അതൊരു നമുക്കൊരു സിംഗിൾ ഡെഫിനേഷനായിട്ട് പറയാൻ പറ്റില്ല. അതായത് പോയിന്റ് ടു എ ഫംഗ്ഷൻ, പോയിന്റ് ടു അറേ, പോയിന്റ് ടു അറേ ഓഫ് സ്ട്രക്ചർ, പോയിന്റ് ടു അറേ ഓഫ് യൂണിയൻ, ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് വിളിക്കുന്നതാണ് കോംപ്ലക്സ് പോയിന്റേഴ്സ്. അത് നമുക്ക് ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ വക പോയിന്റേഴ്സിനെ എല്ലാത്തിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് പോയിന്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. ഒന്ന് വായിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഒരു 5 മാർക്കൊക്കെ ചോദിക്കാം. വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിന്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതണം. ഒരു എക്സാമ്പിൾ വെച്ച് എഴുതേണ്ടി വരും. ആ എക്സാമ്പിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാംഗ്ലിംഗ് പോയിന്റേഴ്സിന് മാത്രം ഞാൻ എക്സാമ്പിൾ തന്നിട്ടില്ല. അത് മെമ്മറി അലൊക്കേഷൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. താങ്ക് യു സോ മച്ച്.